ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. തെലുങ്കിലെ വർത്തമാനകാലം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ പോയിക്കൊണ്ടിരിക്കുകയാണോ, അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തെലുങ്കിലെ ഭാവികാലമാണ്. വർത്തമാനകാലവും ഭാവികാലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം വർത്തമാനകാലത്തിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു വസ്തുണ്ണാനു എന്നാണ്. ഭാവികാലത്തിൽ ഞാൻ വരുമെന്ന് പറയാനായിട്ട് നേനു വസ്താനു എന്നാണ്. ബാക്കി ക്രിയകൾ എന്തൊക്കെയാണ് നമുക്ക് പോകെ പോകെ പഠിക്കാം. അതിനു മുൻപ് ഭാവികാലത്തിൽ രണ്ട് ടൈപ്പ് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ഞാൻ ചെയ്യും, രണ്ട് ഞാൻ ചെയ്യാം. ഒന്നാമത്തത് നമ്മൾ ചെയ്യുമെന്നതിന് ഒരു ഡെഫിനറ്റായി നമ്മളൊരു കാര്യം പറയുകയാണ്, ഞാനിത് ചെയ്യും. രണ്ടാമത്തത് ഞാൻ ചെയ്യാം, ഞാൻ ചെയ്തോളാം, നമ്മളൊരു ഓഫർ പോലെ കൊടുക്കുകയാണ്. ഇംഗ്ലീഷിൽ ഐ വിൽ ഡു ആൻഡ് രണ്ടാമത്തേത് ഐ ഷാൾ ഡു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. കന്നഡയിൽ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ തെലുങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമെല്ലാം ഇതിന് ശരിയായ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തെലുങ്കിൽ എങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട് ഭാവികാലം പറയുന്നതെന്ന് പഠിക്കാം. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ ചെയ്തോളാം, ഒരു ഓഫർ പോലെ ചെയ്യാം, ചെയ്തോളാം, അങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെൽക്കം ടു ലേൺ തെലുഗു ത്രൂ മലയാളം. നമുക്ക് ആയത്തെ ക്രിയ വെച്ച് തുടങ്ങാം. വായു എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നത് ര എന്നാണല്ലോ. നേനു വസ്തുണ്ണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. തെലുങ്കിൽ ഞാൻ വരും എന്ന് പറയാനായിട്ട് ഭാവി കാലത്ത് പറയുന്നത് എങ്ങനെയാണ്? നേനു വസ്താനു. ഓക്കെ, നേനു വസ്താനു. മുൻപ് പറഞ്ഞ വസ്തുണ്ണാനു എന്നതിലെ ണ എന്ന് പറഞ്ഞ ഒരു അക്ഷരം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. ബാക്കിയെല്ലാം ഏകദേശം ഇതേപോലെ തന്നെയാണ്. വസ്തുണ്ണാനു വസ്താനു. ഓക്കെ, തു എന്നത് ത എന്നാവും. പിന്നെ നു എന്നത് അങ്ങനെ തന്നെ അവസാനിക്കും. നേനു എന്ന് പറഞ്ഞ വാക്കായത് കൊണ്ട് തന്നെ നൂയിലാണ് അവസാനിക്കുന്നത്. നേനു വസ്താനു. ഓക്കെ, അടുത്തത് പോ, വെല്ലു, വെള്ളിപ്പോ. അപ്പം അതിന് നേനു പോത്താനു, നേനു വെൽത്താനു, നേനു വെള്ളിപ്പോത്താനു. ഇതിന്റെ എല്ലാം അർത്ഥം ഞാൻ പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു തെലുഗു വീഡിയോ ആണിതെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ മുൻപ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്രിയകളെ പറ്റി കുറച്ച് വീഡിയോകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പിന്നെ വർത്തമാനകാലം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഈ ക്രിയകളെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ക്രിയകൾ ഒന്ന് വായു, രണ്ട് പോ, മൂന്ന് ചെയ്യും. ഞാൻ ചെയ്യും എന്ന് പറയാനായിട്ട് നേനു ചേസ്താനു എന്നാണ് പറയുന്നത്. നേനു ചേസ്താനു. ഓക്കെ, നാല് പറയും. ഞാൻ പറയുന്നു പറയാനായിട്ട് നേനു ചെപ്താനു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ താ പിന്നെ നു. കാരണം നേനുവിലാണ്, നേനുവിൽ ഈ നു ആണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് വസ്താനു, പോത്താനു, വെൽത്താനു, വെളിപ്പോത്താനു, ചേസ്താനു, ചെപ്താനു. അടുത്തത് അടുകു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും. നേനു അടുകുത്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. ഞാൻ കേൾക്കും എന്ന് പറയാനായിട്ട് നേനു വിൻടാനു. ഓക്കെ, ഞാൻ വായിക്കും എന്ന് പറയാനായിട്ട് നേനു ചതുത്താനു. ഇനി ഞാൻ എഴുതും എന്ന് പറയാനായിട്ട് രായു എന്ന് പറഞ്ഞ വാക്കുണ്ട്, രാഷ്കോ എന്ന് പറഞ്ഞ വാക്കുണ്ട്. വേണമെങ്കിൽ നേനു രാഷ്താനു എന്ന് വേണം പറയാം, അല്ലെങ്കിൽ നേനു രാഷ്കുണ്ടാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിക്കോളാം. അടുത്തത് നേർച്ചുക്കോ. നേരത്തെ പറഞ്ഞ രാഷ്കോ അതേപോലെ തന്നെയാണുള്ള ഈ നേർച്ചുക്കോ. അപ്പോ ഞാൻ പഠിക്കും എന്ന് പറയാനായിട്ട് നേനു നേർച്ചുക്കുണ്ടാനു എന്ന് വേണം വരാൻ. അപ്പം കോ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരത്തിലാണ് എന്ന് പറഞ്ഞൊരു അക്ഷരത്തിലാണ് ഇത് അവസാനിക്കുന്നെങ്കിൽ, വാക്കുകൾ അവസാനിക്കുന്നെങ്കിൽ അവിടെ കുണ്ടാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, ആ വാക്ക് പ്ലസ് ഇപ്പം രാസ് കുണ്ടാനു, നേർച്ചു കുണ്ടാനു, അങ്ങനെ ഇനിയും കുറച്ച് വാക്കുകളൂടെ ഉണ്ട്. അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് സഹായം ചെയ്യും. സഹായം ചെയ്യുന്ന വെച്ച് സഹായിക്കുന്നാണല്ലോ. ഞാൻ സഹായിക്കുന്നു പറയാനായിട്ട് നേനു സഹായം ചേസ്താനു. പണി ചെയ്, അതിന് നേനു പണി ചേസ്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യും. നേനു പ്രാർത്ഥിസ്ഥാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. നേനു തിണ്ടാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിന്നും. നേനു ഭോജനം ചേസ്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും. പിന്നെ നേനു താകുത്താനു എന്ന് വെച്ചാൽ ഞാൻ കുടിക്കും. നേനു ഇസ്താനു എന്ന് വെച്ചാൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഞാൻ കൊടുക്കും, പിന്നൊന്ന് ഞാൻ തരും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ കൊടുക്കൂ തരൂ എന്ന് പറഞ്ഞ് രണ്ട് വേറെ വാക്കുകളുണ്ട്. പക്ഷെ വേറെ കുറെ ഭാഷകളിലൊക്കെ ഈവൻ ഇംഗ്ലീഷിൽ പോലും
ഗീവ് മീ, ഗീവ് ദം. ഇംഗ്ലീഷിൽ പോലും ഈ കൊടുക്കുക തരിക രണ്ടും കൂടി ആകെ ഒറ്റ വാക്കേ ഉള്ളൂ. ഓക്കെ, അപ്പം నేను ఇస్తాను എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ నేను ఇస్తాను എന്ന് വെച്ചാൽ ഞാൻ തരും നിങ്ങൾക്ക്. പിന്നെ నేను నించుకుంటాను എന്ന് വെച്ചാൽ ഞാൻ നിൽക്കും. నేను కూర్చుకుంటాను എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കും. ഓക്കെ, ഈ വാക്കുകൾ അവസാനിക്കുന്നത് ചോ എന്ന് പറഞ്ഞ അക്ഷരത്തിലാണ്, നിൻചോ കുറിച്ചോ. പക്ഷെ ഇവിടെയും നമ്മൾ കോ എന്ന് പറഞ്ഞത് എക്സ്ട്രാ ചേർക്കണം, അല്ലെങ്കിൽ നമുക്ക് വാക്കുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് నేను నించుకుంటాను എന്ന് വെച്ചാൽ ഞാൻ നിൽക്കും. నేను కూర్చుకుంటాను എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കും. నేను తీస్తాను എന്ന് വെച്ചാൽ ഞാൻ തുറക്കും. నేను మూస్తాను എന്ന് വെച്ചാൽ ഞാൻ അടയ്ക്കും. నేను మాట్లాడుతాను എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കും. నేను സ്നാനം చేస్తాను എന്ന് വെച്ചാൽ ഞാൻ കുളിക്കും. నేను ఆటలాడుతాను എന്ന് വെച്ചാൽ ഞാൻ കളിക്കും. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ സ്പീഡ് കുറച്ചിട്ട് കാണുക അതൊരു പ്രാക്ടിക്കലായ കാര്യമല്ല. സ്പീഡ് നമുക്ക് കുറയ്ക്കാമല്ലോ, സെറ്റിംഗ്സിൽ പോയിട്ട് 0.75 ആക്കാം, അല്ലെങ്കിൽ അതിനും താഴെയാക്കാം. ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് നോക്കി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് അതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പം എവിടെ നമ്മൾ പറഞ്ഞത് ആട്ടലാടും. నేను పడుకుంటాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. నేను లేస్తాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും. నేను వంట చేస్తాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാചകം ചെയ്യും. పరిగెత్తు, నేను పరిగెత్తాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടും. నేను పారిపోతాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോകും. నేను പാടുతాను എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടും. నేను చూస్తాను എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും. ഓക്കെ, ആക്ച്വലി സിമ്പിൾ ആണ്. ത നു എന്ന് ചേർത്താൽ മതി. അതിന് മുൻപായിട്ട് ഇപ്പം കോയിലാണ് അവസാനിക്കുന്നെങ്കിൽ കുണ്ടാനു എന്ന് പറഞ്ഞു വരണം. ചോ എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിച്ചാലും കുണ്ടാനു എന്ന് പറഞ്ഞു വരണം. പിന്നെ യു എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണെങ്കിൽ സ്താ എന്ന് പറഞ്ഞു വരണം, സ്ഥാനു. പിന്നെ മാట్లాടുത്താനു, ബാക്കിയെല്ലാം ഓക്കെയാണ്, അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പം ഓക്കെ, ഈ ഡു എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണെങ്കിൽ ചൂടു എന്ന് പറഞ്ഞ വാക്കിന് ചൂടുത്താനും എന്ന് പറഞ്ഞു വരില്ല, ചൂസ്താനും എന്ന് പറഞ്ഞു വരണം. പക്ഷെ ബാക്കിയുള്ള എല്ലാ വാക്കുകൾക്കും ഡുത്താനും എന്ന് പറഞ്ഞു വരുന്നത്. അതായത് പാടു പാടുത്താനു, മാట్లాടുത്താനു, ആട്ടലാടുത്താനു, ആ തരം അതേപോലെ. ഓക്കെ, പിന്നെ കുറച്ച് വാക്കുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറയാം. കൊട്ടു എന്ന് പറഞ്ഞ വാക്ക് അടിക്കി. నేను കൊടുത്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിക്കും. నేను പിലുവു. ഓക്കെ, പിലുവു എന്ന് പറഞ്ഞ വാക്കും അവിടെ വൂയിലാണ് അവസാനിക്കുന്നെങ്കിലും സ്ഥാ എന്ന് പറഞ്ഞു വരണം. నేను పిలుస్తాను എന്ന് വെച്ചാൽ ഞാൻ വിളിക്കും. ഓക്കെ, പിന്നെ തീസ്കോ വസ്താനു, തീസ്കോ പോത്താനു, അതെല്ലാം വളരെ സിമ്പിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ചേപ്പിഞ്ചു എന്ന് വെച്ചാൽ ചെയ്യിക്കുക. నేను చేపిస్తాను, അവിടെ എൻ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരം അത് വരില്ല ഇവിടെ. കാരണം ചേപ്പിഞ്ചു എന്ന് പറയുന്ന നേരത്ത് മാത്രമേ എൻ വരുള്ളൂ അതിന്റെ ഇടയിൽ. അതായത് ചേപ്പിഞ്ചു ചെയ്യിക്കുക. ചേപ്പിസ്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. ചേപ്പിസ്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യിക്കും. ഓക്കെ, നേർപ്പിഞ്ചു അതേപോലെ തന്നെ. നേർപ്പിഞ്ചു എന്ന് വെച്ചാൽ പഠിപ്പിക്കുക. నేను നേർപ്പിസ്താനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കും. പമ്പിഞ്ചു, ഞാൻ പമ്പിഞ്ചു എന്ന് വെച്ചാൽ അയക്കുക. నేను పంపిస్తాను എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയക്കും. ഓക്കെ, അത്രയും മതി. ഇനി ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്തത് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം, ചെയ്യാം, ചെയ്തോളാം, ഒരു ഓഫർ പോലെ കൊടുക്കുന്ന ഞാൻ ചെയ്തോളാം എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തോളാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വന്നോളാം, പോക്കോളാം, സംസാരിച്ചോളാം, ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ പറയുന്നതിന് വലിയ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒട്ടും വ്യത്യാസമില്ല. ഓക്കെ, ഞാൻ വരും എന്ന് പറയുന്നത് నేను వస్తాను എന്നാണല്ലോ. ഞാൻ വരാം എന്ന് പറയുന്നത് അതിനകത്തെ ആ നു എന്ന് പറഞ്ഞ വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അതായി. నేను వస్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരാം, ഞാൻ വന്നോളാം. నేను పోతా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. నేను వెళ్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. വീണ്ടും నేను వెళ్ళిపోతా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം, അത് തന്നെയാണ് അർത്ഥം. నేను చేస్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം. నేను చెప్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. నేను అడుగుతా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോളാം. నేను వింటా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടോളാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ నేను చెప్తా, నేను അല്ലെങ്കിൽ నేను చెప్తాను, నేను చేస్తా, నేను చేస్తాను എന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്ന നേരത്ത് నేను చెప్తా, నేను చేస్తా എന്നൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും പറയുകയാണ്. പറഞ്ഞത് കന്നഡ വീഡിയോയിലാണോ എന്ന് കൃത്യമായിട്ട് ഉറപ്പില്ല. ഓക്കെ,
നമ്മൾ മലയാളികൾക്ക് ഓരോ സിലബിളും എടുത്തു പറയേണ്ട ഒരു അല്ലെങ്കിൽ എടുത്തു പറയുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ഓക്കെ, എല്ലാം വ്യക്തമായി അവസാനത്തെ സിലബിൾ വരെ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. പക്ഷേ ഈ തെലുങ്കിൽ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞായിരുന്നല്ലോ, നേനു വസ്തുണ്ണാനു എന്ന് പറയുന്ന നേരത്ത് സംസാര ഭാഷയിൽ നെൻ വസ്തുണ്ണാനു എന്നേ പറയാറുള്ളൂ, നെൻ വസ്തുണ്ണ. അതേപോലെ തന്നെ ഇവിടെ നെൻ ചേസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. ഓക്കെ, അവിടെ നേനു ചേസ്ത അല്ലെങ്കിൽ നേനു ചേസ്താനു എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നേൻ ചേസ്ത, നേൻ. പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ് തെലുങ്കിൽ നേൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ സംസാരത്തിൽ നമ്മൾ അത് ഉപയോഗിക്കും. ഓക്കെ, നേൻ ചേസ്ത, നേൻ ചെപ്ത, നേൻ വസ്ത, നേൻ പോത്ത. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ഇതിനും അധികം എല്ലാത്തിന്റെയും ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. കാരണം മുൻപ് ഞാൻ പറഞ്ഞ ക്രിയകളുടെ എല്ലാത്തിന്റെയും അവസാനത്തിലുള്ള നു എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്തോളാം, ചെയ്യാം എന്നുള്ള അർത്ഥമാവും. ഞാൻ സഹായം ചെയ്താന്ന് വെച്ചാൽ ഞാൻ സഹായം ചെയ്യാം, ഞാൻ പണി ചെയ്താന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തോളാം, ഞാൻ പ്രാർത്ഥിച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ തിണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിന്നോളാം, ഞാൻ ഇസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തോളാം, ഞാൻ തീസ്ത എന്ന് വെച്ച് ഞാൻ തുറന്നോളാം, ഞാൻ മാట్లాടുത്ത എന്ന് വെച്ച് ഞാൻ സംസാരിച്ചോളാം, నేను లేస్తా എന്ന് വെച്ച് ഞാൻ എഴുന്നേറ്റോളാം, ഞാൻ చూస్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ കണ്ടോളാം. കാരണം നോക്കുക, കാണുക ഈ രണ്ടിനും കൂടി ഉള്ള വാക്ക് ചൂടു എന്ന് തന്നെയാണല്ലോ. ഓക്കെ, ഇവിടെ ഒരു കൊതുക് വരികയാണ്, അതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് തെലുങ്കിലെ ഭാവികാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനകാലവുമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ വർത്തമാനകാലത്തിൽ തു ന എന്ന് പറയുന്നതിന് പകരം ഇവിടെ ത നു എന്നാണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ ഈ നു എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അവസാനത്തിൽ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അപ്പൊ ഞാൻ ഇന്ന് ആകെ പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞ സബ്ജക്ട് വരികയാണെങ്കിൽ മാത്രമാണ്. അതായത് നേനു എന്ന് പറഞ്ഞതിന് ശേഷം ഭാവി കാലത്തിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിയുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അതായത് നീ, നുവു, താങ്കൾ, മീരു, നമ്മൾ, മനമു, മേമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ, പിന്നെ വാടു അതടു, തനു അതടു, ഇതൊക്കെ അവൻ, ആമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ, തനു എന്ന് പറയും. പിന്നെ അതി, ഇതി, ഇതൊക്കെ വെച്ച് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഭാവി കാലത്തിൽ നിന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.